കട്ടപ്പനയിലെ നിക്ഷേപകന്റെ ആത്മഹത്യ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറി. ആത്മഹത്യ ചെയ്ത സാബുവിന്റെ കുടുംബത്തിന്റെ ആവശ്യപ്രകാരമാണ് നടപടി. അന്വേഷണം ആവശ്യപ്പെട്ട് സാബുവിന്റെ ഭാര്യ കഴിഞ്ഞ ദിവസം ആഭ്യന്തരമന്ത്രിയെ സമീപിച്ചിരുന്നു. 2024 ഡിസംബർ 20-നായിരുന്നു സാബു കട്ടപ്പന റൂറൽ സർവീസ് സൊസൈറ്റിക്ക് മുമ്പിൽ ആത്മഹത്യ ചെയ്തത്. CPIM-ന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയുടെ സമ്മർദ്ദം മൂലമാണ് സാബു ജീവനൊടുക്കിയത് എന്നാണ് പരാതി. 2024 ഡിസംബർ 20-ന് കട്ടപ്പന റൂറൽ സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് മുൻപിലാണ് സാബു തോമസ് തൂങ്ങി മരിച്ചത്. ഭാര്യയുടെ ശസ്ത്രക്രിയയ്ക്കും കിടപ്പ് രോഗിയായ അമ്മയ്ക്കും വേണ്ടി നിക്ഷേപ തുകയിൽ നിന്നും 2 ലക്ഷം പിൻവലിക്കുകയും ചെന്നപ്പോൾ ഉദ്യോഗസ്ഥർ അപമാനിക്കുകയും CPIM നേതാവ് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുകയായിരുന്നു എന്നാണ് പരാതി. ഇതിൽ മനംനൊന്താണ് സാബു ജീവനൊടുക്കിയത്. സാബുവിന്റെ മരണശേഷം പ്രതിഷേധം കടുത്തതോടെ പലിശയും ചേർത്ത മുഴുവൻ തുകയും സൊസൈറ്റി സാബുവിന്റെ കുടുംബത്തിന് തിരികെ നൽകുകയായിരുന്നു. പ്രതികളായ ജീവനക്കാർക്കെതിരെ ആത്മഹത്യാ പ്രേരണക്കുറ്റം ചുമത്തിയെങ്കിലും തുടർ അന്വേഷണം മെല്ലെ പോകുന്നതിനെതിരെയാണ് കുടുംബം രംഗത്ത് വന്നിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.